വയനാട് ദുരന്തം പ്രാർത്ഥനകളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുക പ്രധാന ദൗത്യം. തിരിച്ചറിയാത്ത മുഴുവൻ മൃതദേഹങ്ങളും ഇന്ന് സംസ്കരിക്കും. മരണസംഖ്യ 402 വയനാട്ടിലെ മഴ മുന്നറിയിപ്പ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്. കേന്ദ്ര റിപ്പോർട്ടിനെ സംസ്ഥാനം അവഗണിക്കുന്നു. പരിസ്ഥിതി ലോല മേഖലയിൽ കയ്യേറ്റം. കേരളത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി. കുടിയേറ്റ വിരുദ്ധ കലാപം. നിരത്തുകളിൽ നിന്നും തീവ്രവാദികളെ ഒഴിപ്പിക്കുന്ന പോലീസിന് പിന്തുണ നൽകി പ്രധാനമന്ത്രി. യുകെയിലെ മലയാളി സമൂഹം ആശങ്കയിൽ. വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കിയതിന് പിന്നാലെ പുതിയ നടപടികളുമായി ലേബർ ഗവൺമെന്റ്. പെൻഷൻകാർക്ക് ഇനി കെയർ ഹോം ചിലവുകൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടത് 17,000 പൗണ്ട്. മോട്ടോർ ഇൻഷുറൻസ് ചെലവ് കുതിക്കുന്നതിനെതിരെ നടപടിയെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദുർബലമായ സമ്പദ് വ്യവസ്ഥ ഏറ്റെടുത്തു എന്ന ചാൻസലറുടെ വാദം ഖണ്ഡിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ. പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് ബെയ്ലി. ലവ് ജിഹാദ് കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ.